കാരണം തരുന്ന കാരുണ്യത്തിനൊക്കെ പ്രതിഫലമായി ഒന്നും കൊടുക്കുവാനില്ല എന്ന തിരിച്ചറിവുള്ളവർ വീണ്ടും ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കും തോറും നമ്മളിൽ ഭക്തി വർദ്ധിക്കും. അങ്ങനെ ആശ്രയിക്കും തോറും ഭക്തി വർദ്ധിക്കുമ്പോൾ ആശ്വാസവും അതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആശ്വാസം വർദ്ധിക്കുമ്പോൾ ആനന്ദമുണ്ടാകും. ആനന്ദമുണ്ടാകുമ്പോൾ നിത്യാനന്ദത്തിൽ ചേരുവാൻ കഴിയും. അപ്പം ഈ ഇടുക്കവും ഈ ഞെരുക്കവും ഈ ദുഃഖവും എല്ലാം എന്തിനു വേണ്ടിയാണ്? നിത്യാനന്ദ സ്വർഗസുഖത്തിൽ ആത്മാവിനെ നിത്യം ലയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അതറിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി ഓരോരുത്തരും ജീവിക്കുക. മഹാശക്തിയുടെ തിരിഹിതമല്ലാത്ത ഒരു ചിന്തയോ ഒരു വാക്കോ ഒരു കർമ്മമോ ആരിൽ നിന്നും ഉണ്ടാകാതെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുക. അതാണ് ഗുരുവിനിഷ്ടം. അതാണ് ഗുരു സ്വീകരിക്കുന്നത്. അത് തന്നെ സ്വീകരിക്കാനുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധരായി ജീവിക്കുക. പരമാത്മാവ് നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ.